ഹായ്. ഇനി നമുക്ക് പലരിലും കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് പല്ലിന് യെല്ലോയിഷ് കളർ വരുന്നു, അതായത് ഒരു മഞ്ഞ നിറം വരുന്നു, അല്ലെങ്കിൽ ഇനാമൽ നഷ്ടപ്പെടുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഇതിനൊരു ചേഞ്ച് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് എന്തുകൊണ്ടൊക്കെയാണ് പല്ലിനൊരു യെല്ലോ കളർ വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചായ കാപ്പി ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ നമ്മൾ പൊതുവേ പല്ലിനൊരു കളർ ചേഞ്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ കൊക്കക്കോള അല്ലെങ്കിൽ പെപ്സി ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളുകളിലും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ, അതുപോലെ ഷുഗർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെയാണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനാഗർ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ചില ആളുകൾ വെയിറ്റ് ലോസിന് വേണ്ടി അത് കുടിക്കാറുണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ പല്ലിലേക്ക് ഈ ആപ്പിൾ സിഡർ വിനാഗർ ഡയറക്റ്റ് തട്ടുന്നത് കൊണ്ട് നമ്മുടെ പല്ലിനൊരു കളർ ചേഞ്ചും അതുപോലെ തന്നെ ഇനാമൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ലെമൻ്റെ വാട്ടർ ഡയറക്റ്റ് കഴിക്കാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പല്ലിനൊരു കളർ ചേഞ്ച് വരും. അപ്പം നമുക്ക് ഇത് വീട്ടിൽ ഇതിനെന്താ ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ, നമുക്ക് ബനാന പീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയുടെ ഉള്ളിലുള്ള വൈറ്റ് കളറുള്ള ഇത് നമ്മുടെ പല്ലിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്കത് നോർമലി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു മാറ്റം വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കോഫി പൗഡറും ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പല്ലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 5 മിനിറ്റ്സിന് ശേഷം അത് കഴുകി കളയുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് സോഡ, കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മുടെ ഏത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് പല്ലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ യെല്ലോ കളർ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത്തരം കുറച്ച് ഹോം റെമഡികളുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പല്ലിന് യെല്ലോ കളർ വന്നത് എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ആ ഒരു റീസൺ നമ്മൾ തന്നെ മാറ്റിയെടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്.